ഉത്തരേന്ത്യയിൽ പള്ളികളും പള്ളിക്കൂടങ്ങളും ക്രൈസ്തവ ആരാധനകളും തകർക്കുന്നു, ബുൾഡോസർ വെച്ച് മുസ്ലിം വീടുകൾ തകർക്കുന്നു. അതിനുശേഷം ഇവിടെ വന്നിട്ട് അരമനകൾ കയറി കേക്ക് വിതരണം ചെയ്ത് നിരങ്ങി നടക്കുന്നു. ഈ കാപട്യമൊക്കെ എല്ലാവരും മനസ്സിലാക്കുന്നില്ലേ? ഇപ്പോൾ ജോർജ് കുര്യനെ പോലൊരാൾ കേരളത്തിൻ്റെ കത്തോലിക്ക സമൂഹത്തിൻ്റെ പേരിലാണ് കേന്ദ്രമന്ത്രിസഭയിൽ വന്നത്. ആ കോട്ട കാണിച്ചിട്ടാണ്, അതായത് കത്തോലിക്കരെ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് ജോർജ് കുര്യനെ മന്ത്രിയാക്കിയ കൊള്ളാം എന്ന് BJP നേതൃത്വം കണ്ടെത്തുകയാണ് ചെയ്തത്. അല്ലാതെ BJPയുടെ ഒരു ലേബലിലല്ല അദ്ദേഹം വന്നത്. എന്നിട്ട് പോലും ക്രൈസ്തവ ലേബലിൽ മന്ത്രിയായിട്ട് പോലും ഈ ക്രൈസ്തവർക്കെതിരെ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ, സാധാരണക്കാർക്കെതിരെ, പാവപ്പെട്ടവർക്കെതിരെയുള്ള ഈ യുദ്ധപ്രഖ്യാപനത്തോട് പുറംതിരിഞ്ഞ് നിൽക്കുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അല്പമെങ്കിലും ഉൾപ്പുള്ളവർക്ക് പറ്റുന്നതാണോ? എനിക്കറിയില്ല. അല്ല, ഈ ഒരു കാര്യത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ വക്കിലായതുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർ വളരെ ആത്മാർത്ഥമായിട്ട് നിലകൊള്ളും. പക്ഷേ മുൻകാലങ്ങളിലുള്ള ഭേദഗതികളിൽ ഇവർ രണ്ടുപേരും FCRA ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കൈകോർത്തത് ആർക്കും വിസ്മരിക്കാൻ